ഇലക്കടലിൽ നടുവിൽ നിൽക്കും ഞങ്ങളുടെ നാടിനെ കണ്ടോ നിങ്ങൾ? ഇദ്ദേഹം എന്താണ് പറയുന്നതെന്നോ ഇദ്ദേഹത്തിൻ്റെ പാട്ട് എന്താണെന്നോ നമുക്ക് അറിയേണ്ടതുണ്ട്. ഇദ്ദേഹം എന്തൊക്കെയോ പറയുകയാണ്, പാട്ട് പാടുകയാണ്. നമ്മുടെ ലക്ഷദ്വീപിനെ കുറിച്ചാണ് പാടുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഈ കാണുന്നത് ഇത് നമ്മുടെ ഒരു പഴയ ചിത്രമാണ്. ഈ കട ഇവിടെ ഉണ്ടായിരുന്ന ഒരു കടയാണ്, പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ കവരത്തിയിലെ ജെട്ടി മെയിൻ ജംഗ്ഷനിലുള്ള മംഗലാപുരം എന്നറിയപ്പെടുന്ന ഒരു കടയായിരുന്നു ഇത്. അതിൻ്റെ പഴയ ചിത്രമാണ്. ഇപ്പോൾ ഈ കട അവിടെ ഇല്ല, അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥയാണ്. കട അവിടെ കാണുന്നില്ല. അതിൻ്റെ നേരെ തൊട്ടു മുന്നിലുള്ള വടക്ക് കോർണറിലുള്ള, അതായത് ഈ ജംഗ്ഷൻ്റെ കിഴക്ക് വടക്കായിട്ടുള്ള അറക്കൽ ബസാർ എന്ന് പറയുന്ന ഒരു കടയായിരുന്നു ഈ കാണുന്നത്. അതിൻ്റെ മുഖച്ഛായക്കൊക്കെ മാറ്റം വന്നു. ഇവിടെ ഉള്ളത് വേറൊരു കടയാണിപ്പോൾ കാണാൻ നമുക്ക്, അൽ ചെമ്മണ്ണൂർ. ഇവിടേക്ക് ആകെ മാറ്റം വന്നിരിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ മുഖച്ഛായ മാറിയിട്ടുണ്ട്, ഇനിയും മാറാൻ പോവുകയാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് തന്നെ കുറച്ച് പടിഞ്ഞാറോട്ട് പോയാൽ ഈ കാണുന്ന പൊളിച്ചുകൊണ്ടിരിക്കുന്ന ഈ കെട്ടിടം ഒരു ലൈബ്രറി ആയിരുന്നു. നേരത്തെ ഒരു ലൈബ്രറി ആയിരുന്നു, പിന്നെ കോൺഫറൻസ് ഹാള്, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ആ വലിയൊരു ബിൽഡിംഗ് അത് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വലത് ഭാഗത്ത് നമ്മളൊക്കെ ഉപയോഗിച്ചിരുന്ന നമ്മുടെ ടിക്കറ്റ് കൗണ്ടറും അതുപോലെ തന്നെ പാസഞ്ചേഴ്സ് ഹാളും ഒക്കെ അടങ്ങുന്ന പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ബിൽഡിംഗ് അത് പൊളിച്ച് നിരപ്പാക്കിയിട്ടുണ്ട് ഇപ്പോൾ. ഇനി അതിൻ്റെ കുറച്ച് വടക്കോട്ട് പോയാൽ കാണുന്നത് കവരത്തി ദ്വീപിൻ്റെ ജെട്ടി പരിസരം മുതൽ വടക്കോട്ടുള്ള തെങ്ങുകളൊക്കെ നശിപ്പിച്ചു. എല്ലാ തെങ്ങുകളും വെട്ടി നിരപ്പാക്കിയിട്ടുണ്ട്. അങ്ങ് ദൂരെ കാണുന്നത് അത് നമ്മുടെ ടൂറിസ്റ്റ് ഹട്ടാണ്, പാരഡൈസ് ടൂറിസ്റ്റ് കേന്ദ്രം. അതാണ് ആ കാണുന്നത്. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. നേരത്തെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു, ഈ രീതിയിലായിരുന്നു, ഈ കാണുന്ന രീതിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതൊക്കെ പൊളിച്ചു മാറ്റി അതിൻ്റെ പുതിയൊരു കെട്ടിടം മാത്രമാണ് അവിടെ ഇപ്പോൾ നമുക്ക് നിലവിൽ കാണുന്നത്. അവിടെയൊക്കെ ഇപ്പോൾ ടെൻറ്റ് സിറ്റി വരാൻ പോവുകയാണ്. ടെൻറ്റ് രീതിയിലുള്ള ടൂറിസം ഡെവലപ്മെൻറ്റ് നടക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ടൂറിസം ഡെവലപ്മെൻറ്റ്, ആ രീതിയിലുള്ള ടൂറിസം തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ താൽക്കാലികമായി നമ്മുടെ ഈ ജെട്ടിയുടെ തെക്ക് ഭാഗത്താണത്. താൽക്കാലികമായാണെങ്കിലും ഇനി അത് നിലവിൽ വരാൻ പോവുകയാണ് വടക്ക് ഭാഗത്ത്. ഏതായാലും ഈ സിറ്റിയുടെ മുഖച്ഛായ തന്നെ മാറാൻ പോവുകയാണ്. ഇതുപോലുള്ള ടൂറിസം വന്നാൽ നമുക്ക് സഞ്ചാരികളെ മാത്രമല്ല ഇതുപോലുള്ള നല്ല പാട്ടുകാരെയും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടുകാരായ പല കച്ചവടക്കാരെയും പാട്ടുകാരെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ആ പാട്ട് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അദ്ദേഹം അഗത്തിദ്വീപിലെ കട്ടിപ്പുര സ്ഥാപിക്കാൻ എല്ലാവരും ഇളാപ്പ ഇളാപ്പ എന്നാണ് വിളിക്കുന്നത്. ഡോക്ടർ കുടിച്ചാൽ നിങ്ങളുടെ രോഗം വീണ്ടും വീണ്ടും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇളനീർ കൊണ്ട് ഇവിടെ ഇരുന്നത്. ഇലക്കടലിൽ നടുവിൽ നിൽക്കും ഞങ്ങളുടെ നാടിനെ കണ്ടോ നിങ്ങൾ? നല്ലൊരു മാപ്പിള്ള നാരിയ പോലവൾ സുന്ദരിയാണ്ടേ, എന്നും പച്ചത്തട്ടം തലയിലുമിട്ട് കൊച്ചി സുന്ദരിയാകും ദ്വീപിന് ബിലവുമുണ്ട്, മറ്റുഭാരവുമുണ്ട്. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.